മാധ്യമപ്രവർത്തകരില്ലാത്ത സമയത്ത് മാധ്യമപ്രവർത്തകർ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടത്, ഒരു യൂട്യൂബ് ചാനൽ ആക്കിത്തരാം, അതിൽ എന്തെങ്കിലും പുതിയ ന്യൂസ് എന്തെങ്കിലും പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അർജുന്റെ വീട്ടുകാരെ കൊടുത്ത പത്രസമ്മേളനം നമ്മൾ മലയാളക്കര മറന്നിട്ടുണ്ടാവില്ല. അത്രയധികം വളരെ മോശമായ രീതിയിൽ മനാഫിനെ ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു അവർ ആ പത്രസമ്മേളനം നടത്തിയത്. അതിനകത്ത് അവർ ഒരുപാട് അക്യൂസേഷൻസ് അർജുന്റെ ലോറിയുടമയായിട്ടുള്ള മനാഫിനെതിരെ അവർ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ളത്, അതിലൂടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള പ്രചരണങ്ങളും അതുപോലെ തന്നെ കുടുംബത്തെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ മനാഫ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. രണ്ടാമത്തേത്, അർജുന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും കാശ് കൈപ്പറ്റുന്നുണ്ട് എന്ന്. പിന്നെ അതുപോലെ തന്നെ ലോറിക്ക് അർജുന്റെ പേരിടും എന്ന് പറഞ്ഞത്, പിന്നെ അർജുന്റെ കുട്ടിയെ സ്വന്തം കുട്ടിയെ പോലെ കൺസിഡർ ചെയ്യും. അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അക്യൂസേഷൻസ് ആണ് മനാഫിനെതിരെ അർജുന്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുവന്നത്. അത് ചിലപ്പോൾ അവരുടെ മുന്നിൽ ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ എന്തായിരുന്നിരിക്കാം, അവർ വിചാരിച്ചിട്ടുണ്ടാവുക കേരളക്കര മൊത്തം അർജുന്റെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യും, മനാഫ് ഒരു തെറ്റുകാരനാണ് എന്നുള്ള രീതിയിൽ മനാഫിനെ കല്ലെറിഞ്ഞുകൊണ്ട് എല്ലാവരും അർജുനെ സപ്പോർട്ട് ചെയ്യുമെന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. വെറും 10,000 എങ്ങാണ്ടോ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന മനാഫിന്റെ യൂട്യൂബ് ചാനൽ ഒരൊറ്റ ദിവസം കൊണ്ട് 2.5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് കയറി. ഇതിന്റെ ഒരൊറ്റ റീസണേ ഉള്ളൂ, മനാഫിന് അത്രയധികം കേരളക്കര സ്നേഹിച്ചിരുന്നു എന്നുള്ളത്. ഇപ്പൊ എന്താണെങ്കിലും ഇന്ന് മനാഫ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായിക്കൊണ്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് ഇനി ഒരു വാദപ്രതിവാദമായിട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഇവിടെ ഇതോടുകൂടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, വിചാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മനാഫ് ആ പത്രസമ്മേളനം നടത്തുന്നത്. അപ്പൊ എന്താണെങ്കിലും അതിൽ ആദ്യത്തെ ഒരു അക്യൂസേഷൻ എന്ന് പറയുന്നത്, മനാഫ് അർജുന്റെ പേരിൽ കാശ് ഒരുപാട് കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് മനാഫിന്റെ മറുപടി എന്താണെന്ന് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. പിരിവ് ഞാൻ നടത്തി എന്നുള്ളതാണ് പറയുന്നത്. ഞാനൊരു പണപ്പിരിവ് നടത്തിയിട്ടില്ല, ഒരു 5 പൈസ ആരോടും വാങ്ങിയിട്ടില്ല. നമ്മളെ സ്വത്തും മുതലും വിറ്റിട്ടാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തത്. ആരെടുത്തുനിന്ന് 1 റുപ്യ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇന്നങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ നടു സ്ക്വയറിൽ വന്ന് നിൽക്കും, കല്ലെറിഞ്ഞ് കൊന്നാളേണ്ടി, ഒരു കുഴപ്പമില്ല. നമ്മൾ അങ്ങനത്തെ ഒരു വാപ്പൻ്റെ മക്കളല്ല, നമുക്ക് ആരെടുത്തുനിന്നും കൈ നീട്ടേണ്ട ഒരാവശ്യവും സാമ്പത്തികമായിട്ടില്ല, ഇപ്പല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാനുണ്ട്. അതെ, തീർച്ചയായിട്ടും അന്വേഷിച്ചോട്ടെ. അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും പണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കേസോ എന്ത് വേണമെങ്കിലും നിയമ നടപടികളൊക്കെ സ്വീകരിക്കാം. വളരെ കൃത്യമായിട്ട് തന്നെ മനാഫ് പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്ത് നോക്കൂ, നിങ്ങൾ എവിടെന്നെങ്കിലും എന്തെങ്കിലും തെളിവുമായിട്ട് മുന്നോട്ട് വരൂ, ഞാൻ ആരുടെങ്കിലും അടുത്ത് നിന്ന് അർജുന്റെ പേരിൽ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരൂ എന്ന് പറയുന്നുണ്ട്. ഇനി അങ്ങനെയല്ല, ഞാൻ കാശ് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാനാഞ്ചിറ സ്ക്വയറിൽ വെച്ച് നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞുകൊള്ളൂ, എന്നെ കൊന്നോളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത്രയും കൃത്യമായിട്ട് അദ്ദേഹം പറയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനകത്തൊരു സത്യമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ഒരു ഇമോഷണൽ രീതിയിലുള്ള പ്രചരണങ്ങളും എൻ്റെ ഒരു ഇമോഷണൽ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ, മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെയാണ്, ഞാനൊരു ഇമോഷണൽ പേഴ്സൺ ആണ്, എല്ലാ മനുഷ്യന്മാർക്കും അവരുടേതായിട്ടുള്ള സ്വഭാവങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും, ഞാൻ എന്ന വ്യക്തി സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് അത് ആളുകൾക്ക് അങ്ങനെ തോന്നുന്നത് എന്നൊക്കെ മനാഫ് പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നീട് ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനാഫ് ഒരുപാട് സ്ഥലത്ത് നിന്ന് കാശ് വാങ്ങിച്ചു എന്നുള്ളതിന് മനാഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏതോ മുക്കത്തേതൊരു സ്കൂളിലോ എവിടെ പോകുന്ന സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പൾ എന്തോ വിളിച്ച് പറഞ്ഞായിരുന്നു, കുറച്ച് കാശ് തരാം അർജുന്റെ കുടുംബത്തിന് കൊടുക്കാൻ. അപ്പൊ ആ സമയത്ത് മനാഫിന് ഒരിക്കലും ആ കാശ് കൈപ്പറ്റാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അയാൻ, അതായത് മരിച്ച അർജുന്റെ മകൻ അയാന്റെ പേരിൽ വല്ല ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായത് എന്ന് പറയുന്നുണ്ട്. അവിടെ വേണമെങ്കിൽ മനാഫിന് സ്വന്തം ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ട് കാശ് വാങ്ങിക്കാമായിരുന്നു, പക്ഷെ മനാഫ് അത് ചെയ്തിട്ടില്ല. അർജുന്റെ മകൻ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എന്നാണ് അവിടെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നറിഞ്ഞപ്പോൾ പിന്നീട് ഇവരുടെ അക്യൂസേഷൻ കൂടെ കേട്ട സമയത്ത് ആ കാശ് പിന്നീട് വാങ്ങിച്ചിട്ടില്ല, മുക്കത്തെ സ്കൂളിൽ പോയായിരുന്നു, കാശ് വാങ്ങിച്ചിട്ടില്ല എന്ന് കൃത്യമായിട്ട് തന്നെ മനാഫ് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് പറയുന്ന അക്യൂസേഷൻ, മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി ആ യൂട്യൂബ് ചാനലിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തിനാണ് ഒരു യൂട്യൂബ് ചാനൽ എന്ന് ഒരു വലിയ അക്യൂസേഷനാണ്
അർജുന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഞങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ഞങ്ങളെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട്, ഇമോഷണൽ അപ്പീലോടുകൂടെ മനാഫ് അതിനകത്ത് വീഡിയോസ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പൊ അതിന് മനാഫ് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ പറ്റിയിട്ട് പറയാം. നമ്മൾ മാധ്യമപ്രവർത്തകരാണ് ഈ വിഷയം കേരളത്തിൽ അർജുൻ്റെ വിഷയം ഇത്ര ഉയരത്തിൽ കൊണ്ടുവന്നതും ഇതിനെ ജനശ്രദ്ധയിലേക്ക് എത്തിച്ചതും മാധ്യമപ്രവർത്തകരാണ്. തീർച്ചയായിട്ടും ഈ മാധ്യമപ്രവർത്തകരില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അർജുനെ നമുക്ക് അവരെ വീട്ടിലെത്തിക്കാൻ കഴിയില്ല. മനാഫ് എത്തിച്ചതിനെക്കാട്ടും വർക്ക് എടുത്തത് മാധ്യമപ്രവർത്തകരാണ്. മാധ്യമപ്രവർത്തകരെ ഓരോ പേഴ്സണൽ വ്യക്തികളെ എനിക്കറിയാം എത്രമാത്രം കഷ്ടപ്പെട്ടിരിക്കണ അവരെന്നുള്ളത്. ഞാൻ പോലും ഒരു ഘട്ടത്തിൽ വിചാരിച്ചു കഴിഞ്ഞു, ഈ മനുഷ്യന്മാർ ഞാൻ നിൽക്കുന്നത് നിലകൊള്ളുന്നത് നമ്മളെ ജോലിക്കാരനും വേണ്ടിയിട്ടാണ്. ഈ മാധ്യമപ്രവർത്തകരുടെ ഒക്കെ ആരോഗ്യസ്ഥിതി അത്ര മോശം. ഞാൻ പല സ്ഥലത്തും പറഞ്ഞേ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഇതൊരു 3 ഘട്ടമായിട്ട് ഈ രക്ഷാപ്രവർത്തനം നിന്നുപോയിനും. ഈ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു മാധ്യമപ്രവർത്തകരില്ലാത്ത സമയത്ത് മാധ്യമപ്രവർത്തകർ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടത്, ഒരു യൂട്യൂബ് ചാനൽ ആക്കിത്തരാം, അതിൽ എന്തെങ്കിലും പുതിയ ന്യൂസ് എന്തെങ്കിലും പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഏകനായിട്ട് ഇനി അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് ജനങ്ങൾക്ക് ഈ വിഷയമായിട്ട് എനിക്ക് എൻ്റെ സംസാരിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിടാന്നുള്ള ഉദ്ദേശത്തിലുമായിരുന്നു തുടങ്ങിയത്. മൂന്നാമത്തെ വിഷയം, ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം ഞാൻ ഒറ്റക്കാണ്. ഒരു സുരക്ഷിത ബോധം എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എന്നുള്ള, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും അറിയിക്കാനെങ്കിലും പറ്റുമല്ലോ എന്നുള്ളതിനോടാണ് തുടങ്ങിയത്. പിന്നെ നാലാമത്തെ കാര്യം, യൂട്യൂബ് ചാനൽ, അതായത് ലോറി ഉടമ മനാഫ് എന്നുള്ളതാണ് യൂട്യൂബ് ചാനൽ. ഈ ലോറി ഉടമ മനാഫ് എന്നുള്ള പേരിട്ടത് ചാനലിൽ എപ്പോഴും പറയണത് ലോറി ഉടമ മനാഫ് ഇങ്ങനെ പറയുന്നതിനോടാണ് ഒരു പെട്ടെന്ന് ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ പേരിട്ടത്. അതിപ്പോൾ ഞാൻ ഏത് പേരും എനിക്ക് ഇൻട്രസ്റ്റത്തിന് ഇടാം, അത് വേറെ വിഷയം. എന്നാലും ഞാൻ പറയാണ് എന്തുകൊണ്ട് ഇട്ട് എന്നുള്ളത്. അതിലൂടെ ഞാൻ അത് പറഞ്ഞതുമാണ്, അത് വ്യക്തമാക്കുകയാണ്. ആ ചാനൽ അങ്ങനെ തന്നെ ഉണ്ട്. എനിക്ക് ഈ മാധ്യമപ്രവർത്തകർ തന്നെയാണ് എനിക്ക് പഠിപ്പിച്ചത് എങ്ങനെ ലൈവ് ഇടുക എന്നുള്ളത്. അതായത് ഞാൻ എൻ്റെ മനസ്സ് അങ്ങനെ താളം തെറ്റി നിൽക്കുന്ന സമയത്താണ് എനിക്ക് ആരെങ്കിലും ആയിട്ടൊന്ന് സംസാരിക്കുമ്പോൾ ഒരു റിലാക്സ് കിട്ടിയിരുന്നു. ഞാൻ ഇപ്പോഴും അത് ഒരു മോണിറ്റൈസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഒരു പണം കിട്ടണമെങ്കിൽ യൂട്യൂബായിട്ട് മോണിറ്റൈസ് ചെയ്യണം. ഞാൻ ഇതുവരെ അതുപോലും ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ യൂട്യൂബ് ചാനൽ എൻ്റെത് വെറും 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ 2.5 ലക്ഷത്തിന് മുകളിൽ ആയി. അതായത് ജനങ്ങളിത് ഒക്കെ കൂടി ഏതോ ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ അർജുനെ ഇവിടെ എത്തിച്ചോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. പക്ഷെ അത് ഞാൻ അതിൻ്റെ അർത്ഥം ഇനി മുതൽക്ക് അതിൻ്റെ അർത്ഥം ഇനി ഉപയോഗിക്കില്ല എന്നല്ല. ഇത് മുന്നേ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. മുന്നേ ഉദ്ദേശിച്ചത് എന്താണ്, അവിടെ വരെ നിർത്താം, വേറെ ഏതെങ്കിലും നല്ലൊരു യൂട്യൂബർ പാഷനുള്ള ആരെയും വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചാരിറ്റി, അതിന് കിട്ടുന്ന ഇൻകം അവന് ചാരിറ്റി ചെയ്തോട്ടെ എന്ന് വിചാരിച്ചതിന്. അത് ഞാൻ യൂട്യൂബിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, യൂട്യൂബ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. യൂട്യൂബിൽ അങ്ങനെ പറഞ്ഞിരുന്നു. യൂട്യൂബിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഇതാണ് എൻ്റെ ഒരു ആഗ്രഹം. കോഴിക്കോട് ഉച്ചഭക്ഷണം കൊടുക്കണ, ഫ്രീ ആയിട്ട് ഒരു ഉച്ചഭക്ഷണം കൊടുക്കണ ഒരു ക്യാൻറ്റീന്, ആർക്കും ഉച്ചക്ക് വിശക്കുന്ന ആൾക്കാർക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള, അത് ഞാൻ അതിൽ പലവട്ടം പറഞ്ഞിരിക്കണ്. എൻ്റെ ആഗ്രഹമാണത്. അതിൽ എനിക്ക് അറിയ പോലില്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എന്ത് കിട്ടും എന്നുള്ളത്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മനാഫ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതില് സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് മാൽപ്പെ എന്ന് പറഞ്ഞ മനുഷ്യനും അതുപോലെ തന്നെ മനാഫ് എന്ന് പറഞ്ഞ മനുഷ്യനുമായിരുന്നു. അതില് മനാഫ് നമ്മുടെ അർജുനുമായിട്ട് വളരെ അടുത്ത ബന്ധം നിലനിൽക്കുന്ന മനാഫ് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് നേരിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു, ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യാനും. പിന്നെ അതുപോലെ തന്നെ ആളുകളുമായിട്ട് ഞാൻ ഒരുപാട് ഇമോഷണൽ പ്രശ്നങ്ങളിലൂടെ പോകുന്ന സമയത്ത് എനിക്ക് ഒരു തരത്തിൽ മാനസിക സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ആളുകളോട് ഇങ്ങനെ സംവദിക്കുന്ന സമയത്ത്, ലൈവൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് മാനസികമായിട്ട് ഒരു ആളുകൾ ഇങ്ങനെ
പറയുമല്ലോ, മനാഫ്ക നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ, ഞങ്ങൾ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആർജവുണ്ട്. അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, അർജുൻ്റെ തിരച്ചിൽ കഴിഞ്ഞതോടുകൂടെ ഞാൻ ആ യൂട്യൂബ് ചാനൽ ക്ലോസ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. അതിന് ഞാൻ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടില്ല. അതുപോലെ തന്നെ ആ ചാനലിൽ പിന്നീട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഇനി അങ്ങോട്ട് ചെയ്യില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. കാരണം ഇത്രയും വ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യത്തിന് വേണ്ടി, ഒരു സോഷ്യൽ വർക്കിന് വേണ്ടി അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാൻ ചിലപ്പോൾ ഇപ്പോൾ താല്പര്യപ്പെടുന്നുണ്ടാവും. പക്ഷേ അത് തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് അർജുനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് അത്രയ്ക്കും സെൻസിറ്റീവായിട്ടുള്ള, അത്രയ്ക്കും ലൈവായിട്ടുള്ള ന്യൂസ് ആയിരുന്നു. കേരളക്കര ഒരുപാട് കരഞ്ഞിട്ടുള്ള ഒരു കഥയാണ് അർജുൻ്റെ കഥ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് കേരളക്കരക്ക് ലൈവായിട്ട് ഫ്രഷ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ യൂട്യൂബ് ചാനൽ കൊണ്ടു നടന്നത് എന്ന് ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എല്ലാ അക്യൂസേഷൻസിനെയും വളരെ മനോഹരമായിട്ട് തന്നെ പിന്നീടും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ, ആ ബൈക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ കുടുംബസമേതമാണ് മനാഫ് ഈ ഒരു പത്രസമ്മേളനത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. ഇതോടുകൂടെ ഒരു അവസാനം കൊണ്ടുവരണം. പിന്നീട് അങ്ങോട്ട് ഈ ഒരു പ്രശ്നത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാനും വഴക്കിടാനും ഞാനില്ല. അർജുൻ്റെ ചിത കെടുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പഴിചാരലിൽ എനിക്ക് വേദനയുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം ഇത്രയ്ക്ക് അർജുൻ്റെ കുടുംബം പറഞ്ഞിട്ടും മനാഫ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അർജുൻ്റെ കുടുംബത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, അല്ലാന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അവരുടെ അമ്മയൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ ഇപ്പം എല്ലാവരും എന്നെ കുറ്റം പറയാനുള്ള കാരണം അവരാരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഇനി തുടർന്ന് അങ്ങോട്ടും ഞാൻ അവർക്ക് സപ്പോർട്ടായിട്ട് തന്നെ കൂടെ ഉണ്ടാവും. ഞാൻ ആ കുട്ടീൻ്റെ കാര്യത്തിൽ പറഞ്ഞത് അവനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നല്ല, അവൻ്റെ ഒരു പ്രശ്നമുള്ള സമയത്ത്, ഒരു പ്രയാസമുണ്ടാക്കുന്ന സമയത്ത് ആരുമില്ലെങ്കിലും ഞാൻ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പാണ് ഞാൻ ആ കുടുംബത്തിന് കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. എത്രയൊക്കെ തന്നെ അർജുൻ്റെ കുടുംബം മനാഫിനെ തള്ളി പറഞ്ഞിട്ടും മനാഫ് അതിന് തയ്യാറാവുന്നില്ല. മനാഫ് പറയുന്നത് അവർക്ക് എന്തൊക്കെ തന്നെ ആവശ്യമുണ്ടെങ്കിലും ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതിന് ഒരുപാട് കാശ് മുടക്കി, അതുപോലെ തന്നെ കാശ് വാങ്ങിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ഒരു പൈസ പോലും ഞാൻ ആരുടെ അടുത്തൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞാൻ ചെലവാക്കിയത് ഞാൻ അധ്വാനിച്ച എൻ്റെ കാശാണ് ഞാൻ ചെലവാക്കിയത്. അതിന് കുടുംബത്തെയോ അതല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പരമായിട്ടുള്ള നേട്ടങ്ങളൊന്നും വകവെക്കാതെ അദ്ദേഹം 72 ദിവസം നീണ്ട തെരച്ചിലിൽ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. പക്ഷേ ഒരു കാര്യമുണ്ട്, പാലം കടക്കുന്നത് വരെ നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പം നമ്മുടെ മനാഫിൻ്റെ അവസ്ഥ. അപ്പം ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെയും അകമഴിഞ്ഞ് സഹായിക്കരുത്. സഹായിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് തന്നെ വിനയാകും എന്നുള്ളതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടാണ് എനിക്കിപ്പോൾ മനാഫിൻ്റെ സ്റ്റോറി തോന്നുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അർജുൻ്റെ കുടുംബം സംസാരിക്കുന്ന സമയത്ത് അതിലേറ്റവും കൂടുതൽ സംസാരിച്ചത് അർജുൻ്റെ അളിയൻ, അതായത് പെങ്ങളുടെ ഭർത്താവായിരുന്നു. അവർക്കൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത്. എവിടെയായിരുന്നു ഇവരൊക്കെ? ഈ അർജുനെ കിട്ടുന്നത് വരെ എന്തുകൊണ്ടാണ് ഇവർ മനാഫിനെ കല്ലെറിയാതിരുന്നത്? ഇപ്പോൾ അർജുൻ്റെ കിട്ടി, അർജുന് നല്ലൊരു സംസ്കാര ചടങ്ങൊക്കെ നടത്തിയതിന് ശേഷം ചിത അടങ്ങുന്നതിന് മുന്നേ എന്തിനാണ് ഇവരിങ്ങനെ കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? മനാഫ് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാനാഞ്ചിറ സ്ക്വയറിൽ വെച്ചിട്ട് അവരെന്നെ കല്ലെറിയട്ടെ, ഞാൻ മരിക്കാൻ തയ്യാറാണ് എന്നുള്ളത്. അപ്പോൾ ഇത്രത്തോളം 2.5 ലക്ഷം ആളുകൾ ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സിനെ കൂടാൻ സഹായിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കേരളക്കര മൊത്തം മനാഫ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയൊരു തെളിവ്. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എനിക്ക് മനാഫിന്റെ ഭാഗത്താണ് ശരി എന്നാണ് സോ ഫാർ തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമന്റ് ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചതൻ.